ആരവങ്ങൾക്കും കരഘോഷങ്ങൾക്കുമിടയിൽ ഒരു സത്യപ്രതിജ്ഞ. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അധികായന്മാർ പതിറ്റാണ്ടുകളായി ഭരിച്ചിരുന്ന തമിഴ്നാട് മണ്ണ് സി ജോസഫ് വിജയ് എന്ന തമിഴ് സിനിമാ നായകൻ വിജയുടെ കൈകളിലെത്തിയിരിക്കുന്നു. തമിഴ്നാട് രാഷ്ട്രീയവും സിനിമയും തമ്മിലുള്ള ബന്ധം തമിഴ് ചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ്. കാലാകാലങ്ങളായി രാഷ്ട്രീയക്കാർ മുന്നോട്ട് വെച്ച ദ്രവീഡിയൻ ചിന്തയിൽ നിന്ന് ന്യൂനപക്ഷങ്ങളിലേക്കും ദളിത് സമൂഹത്തിലേക്കും ഇറങ്ങി വന്ന് നേടിയെടുത്ത വിജയം. ആദ്യമായല്ല ഒരു സിനിമാ താരം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകുന്നത്. തമിഴ്നാടിന്റെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയായ മരുത്തൂർ ഗോപാലൻ രാമചന്ദ്രൻ എന്ന MGR ആയിരുന്നു മുഖ്യമന്ത്രിയാകുന്ന ആദ്യത്തെ സിനിമാ നടൻ. MGRന്റെ മരണശേഷം ഭാര്യയായ ജാനകി രാമചന്ദ്രൻ 23 ദിവസം മുഖ്യമന്ത്രിയാകുമ്പോൾ അവിടെ ഒരു ചരിത്രം കൂടി പിറന്നു. മുഖ്യമന്ത്രിയാകുന്ന ആദ്യ മലയാളി വനിത എന്ന ചരിത്രം. ശേഷം തമിഴ്നാടിന്റെ രണ്ടാമത് വനിതാ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരം ജയലളിത ജയറാം എന്ന പുരട്ചി തലൈവി അധികാരത്തിലെത്തും. ഇങ്ങനെ മാറി മാറി തമിഴ്നാട് ഭരിച്ച ദ്രാവിഡ പാർട്ടികൾക്കും ഇതേ കൊടുങ്കാറ്റായി വിജയുടെ തമിഴകം വെട്രി കഴകം വീശിയടിച്ചു. നാളിന്നുവരെ ഭാരതം കണ്ട രാഷ്ട്രീയ വാഴ്ചയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു TVKയുടെ ഓരോ സ്ഥാനാർത്ഥിയും. ദളിതരെ ജനറൽ മണ്ഡലങ്ങളിൽ നിർത്തി വിജയക്കൊടി പാറിച്ച് ഒരു പുതു രാഷ്ട്രീയ ചരിത്രം തുറന്നിരിക്കുന്നു. പുതുചരിത്രം, പുതുപ്രതീക്ഷകൾ. TVKക്ക് ആശംസകൾ.